പതിറ്റാണ്ടുകളോളം തലസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവാണ് സി ദിവാകരൻ. തലസ്ഥാന ജില്ലയിൽ നിന്ന് MLA ആയിട്ടുമുണ്ട്. 5 വർഷം സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് മന്ത്രിയായി ഭരിച്ചിട്ടും തിരുവനന്തപുരത്തെ ജാതി വിഷയം അദ്ദേഹം മനസ്സിലാക്കിയത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോഴാണ്. എന്തിനധികം സെക്രട്ടേറിയറ്റിൽ പോലും കൊടും ജാതിയാണത്രേ. ഞാൻ 4 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു. 4ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഭീകരമായ അന്തരീക്ഷമാണ് നേരിട്ടത്. കൊടും ജാതിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ ജാതിയാണ്. അതിനൊരു നാട്ടുഭാഷയുണ്ട്, പരസ്പരം. ഇയാൾ നമ്മളെ ആളാണോ? വോട്ടർമാർ തമ്മിൽ ചോദിക്കുകയാണ്, ഇയാൾ നമ്മളെ ആളാണോ? നമ്മളെ ആളാണ് ചോദിക്കുന്നത് വേറെ ആളാണ്, അവരാളല്ല. നമ്മളെ ആൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ തോക്കുന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഈ സെക്രട്ടറിനകത്ത് 5 കൊല്ലം ഇരുന്നവനാണ്. ഈ സെക്രട്ടേറിയറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സവർണ മേധാവിത്വത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രമാണ്. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവർ നിഗൂഢമായി ബ്ലാക്ക് മെയിൽ ചെയ്ത് പൊതുജീവിതത്തെ ഇല്ലാതാണ്. CPIയും CPMുമാണ് റവന്യൂ വകുപ്പും അതുപോലെ സംസ്ഥാന ഭരണത്തിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ളത്. ആ സ്ഥലത്ത് ഇപ്പോഴും ജാതീയതയുണ്ടെങ്കിൽ അത് സി ദിവാകരൻ നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തുന്ന ആരോപണമാണ്. മറുപടി മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. സി ദിവാകരൻ പറയുന്ന ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ ജാതിക്കോട്ടകൾ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൂടി ഇത്രയും കാലം ഭരിച്ചിട്ടും ഇടിച്ചു നിരത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.